കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞിൽക്കുന്ന വയനാടിന്റെ സ്വന്തം എഞ്ചിനീയറിംഗ് കോളേജ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടിന്റെ വിശേഷങ്ങളും അവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീപ് നാവിഗേറ്റർ ബൈ എം സിഗ്മ ഗോകുലം. ലെറ്റ്സ് ഗോ. റിംഷാദ്, ക്യാമ്പസ് വൈബിനെ പറ്റി ഒന്ന് പറയാമോ? ക്യാമ്പസ് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻ സെറ്റപ്പാണ് ക്യാമ്പസിൽ. ഇവിടെ മെയിനായിട്ട് 5 ബ്രാഞ്ചസ് ഉള്ളത്. CSE, ECE, പിന്നെ ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ. ഇവിടെ എന്ന് പറയുന്നത് സിവിൽ ആൻഡ് എൻവിറോൺമെന്റൽ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ 2 കോളേജുകളിൽ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഏക ഗവൺമെന്റ് കോളേജായിട്ട് ഇവിടെ GC വയനാട്ടിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാക്കൽറ്റീസ് ഒരുപാട് ഫ്രണ്ട്ലി ആണ്. ഇതിപ്പോൾ നമുക്ക് അക്കാദമിക് ആയാലും അല്ലാത്ത കാര്യത്തിനായാലും നമുക്ക് ധൈര്യമായിട്ട് അവരോട് പോയി സംസാരിക്കാൻ പറ്റും. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസും ആണ്, ഫാക്കൽറ്റീസ് ആണ്. ലൈബ്രറി ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ലൈബ്രറി തന്നെ ഇവിടെ GC വയനാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കോർണേഴ്സ് ഉണ്ട്. അവിടെ പോയി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനായാലും അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും ഇരിക്കാനും ഒക്കത്തിനും സൗകര്യമുണ്ട്. നല്ല രീതിയിലുള്ള ലാബ് ഫെസിലിറ്റീസ് ആണ്. പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്താൽ നല്ല രീതിയിൽ സഹായിക്കും. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഫാക്കൽറ്റീസും ചെയ്തു തരാറുണ്ട്. അസിക, ഇവിടുത്തെ അക്കാഡമിക് ക്ലബ്സും കൾച്ചർ ക്ലബ്സിനെ പറ്റി ഒന്ന് പറയാം. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 2 ക്ലബ്സ്, അതായത് കൾച്ചറൽ ക്ലബ്സ് ആയിക്കോട്ടെ അക്കാഡമിക്സ് ക്ലബ്സ് ആയിക്കോട്ടെ, രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പം അക്കാഡമിക്സ് ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ IEEE, ISTE, SAE അങ്ങനത്തെ എല്ലാ ക്ലബ്സും ഉണ്ട്. കൾച്ചറൽ ക്ലബ്സിന് മ്യൂസിക് ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, സൈക്കിൾ ക്ലബ്ബ്, ഡ്രോയിങ് ക്ലബ്സ് അങ്ങനെയുണ്ട്. എന്തെങ്കിലും ടീമും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ കോളേജിനെ സംബന്ധിച്ച് ഡെസിബൽ എന്ന മ്യൂസിക് ബാൻഡ് ഉണ്ട്. കോളേജ് ടീമിനുണ്ട്. റിൻഷാദ്, ഇവിടുത്തെ സ്റ്റാർട്ടപ്സും പ്ലേസ്മെന്റ്സിനെ ഒക്കെ പറ്റി ഒന്ന് പറയാമോ? സ്റ്റാർട്ടപ്സിന് ഇവിടെ തന്നെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജാണ് സ്റ്റാർട്ടപ്സിന്. ഇപ്പോൾ നമ്മുടെ തന്നെ അലുമിനീസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ബേസ്ഡ് ആയിട്ട് ഇവിടെ തന്നെ കമ്പനീസ് ഉണ്ട്. ഒന്ന് അത് ബോട്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയും അതുപോലെ തന്നെ അരോഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതുപോലെ സെവറൽസ് കമ്പനീസ് ഉണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു അക്കാഡമിക് ഇയറിൽ നടക്കുന്ന ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫെസ്റ്റുകൾ ഇപ്പോൾ KTUവിൻ്റെ അണ്ടറിൽ ഇലക്ഷൻസ് അങ്ങനെ നടക്കാത്തതുകൊണ്ട് യൂണിയൻസ് കുറച്ച് ഇയർ ആയിട്ട് യൂണിയൻ ഇല്ല. യൂണിയൻ ഉള്ള സമയത്ത് നമുക്ക് എല്ലാ അത്യാവശ്യം വരുന്ന കൾച്ചറൽ ഫെസ്റ്റ് എല്ലാം നടക്കാറുണ്ട്. ലാസ്റ്റ് നടന്നിട്ടുള്ള ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്നത് പ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്സ് ഫെസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെക് ഫെസ്റ്റ് നടന്നിട്ട് കുറച്ചായി. ടെക് ഫെസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് നടക്കാറുള്ളത്. ഇപ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ധ്രുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് ഇവിടെ ടെക്നിക്കൽ ഫെസ്റ്റ് നടക്കാറുള്ളത്. അപ്പോൾ ഈ സ്പോർട്സ് എങ്ങനെയാണ്? സ്പോർട്സ് ഇവിടെ കോളേജിലെ സ്പോർട്സ് യൂണിയൻ വരുന്ന സമയത്ത് അതായത് യൂണിയൻസ് സ്പോർട്സ് നടത്തി പോകാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള സ്പോർട്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിയൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ്. പൊളിറ്റിക്സ് അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പസ് തന്നെയാണ്. അതായത് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയാൻ പറ്റില്ല, 1-2 വിദ്യാർത്ഥി സംഘടനകൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പസ് തന്നെയാണിത്. സ്പോർട്സ് വരുമ്പോൾ സ്പോർട്സിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നോർമലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്? സ്പോർട്സ് എന്ന് പറയുന്ന സമയത്ത് ക്യാമ്പസിൽ ഏകദേശം എല്ലാ, അതായത് ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ എല്ലാത്തിനും കോളേജ് ടീംസ് ഉണ്ട്. F-സോണ് അതുപോലെ സോൺസിൽ പോയിട്ട് പ്രൈസ് ഏകദേശം എല്ലാ ടീമും പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്സ് ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പസ്. ഗ്രൗണ്ടും അതിനുള്ള സ്പോർട്സ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബാസ്കറ്റ് ബോളിനുള്ള സംവിധാനം ഉണ്ട്, അതുപോലെ വോളിബോൾ കോർട്ട് ഉണ്ട്, അതുപോലെ ഫുട്ബോളിനുള്ളതുണ്ട്. ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിന് ജിമ്മുണ്ട്, അത് സെപ്പറേറ്റ് ടൈമിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നുണ്ട്. നമ്മളെ കോളേജിൽ മെയിനായിട്ട് 2 LH ആണില്ലേ, പിന്നെ ഒരു MH. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻകം പിന്നെ ഡിസ്റ്റൻസ്, കീമിന്റെ റാങ്ക്, APL, BPL അതിൻ്റെയൊക്കെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അല്ല, ഒരു റൂമിൽ 4 ആൾക്കാർ, പിന്നെ ഡോം ഉണ്ട് 8 ആൾക്കാർ വരുന്നത് അങ്ങനെ.
കൺജസ്റ്റഡ് അല്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ MHULHലും സെപ്പറേറ്റ് ക്യാൻറ്റീൻസ്, അവർക്ക് മെസ്സ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മെസ് ഫുഡൊക്കെ ഓക്കെ ആയിട്ടുള്ള ഫുഡ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോർ ഉണ്ട് ഉള്ളിൽ. അതെ, MHULH എല്ലാം ക്യാമ്പസിന് ഇൻസൈഡ് ആയിട്ടാണ് വരുന്നത്. സ്റ്റോർ ഉണ്ട്, എന്താ ക്യാമ്പസിൽ ഒരു സ്റ്റോർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ അത്യാവശ്യം എല്ലാ ഫുഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അഫോർഡബിൾ റേറ്റിന് തന്നെ, അത് സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിരൺ, കോളേജിലേക്കുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനെ പറ്റി? കോളേജിന് സ്വന്തമായിട്ട് ബസ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ തൊട്ടടുത്തിട്ടുള്ള ടൗണിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയുള്ള ബസ് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ തന്നെ കുറച്ച് ദൂരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിലും കോളേജിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടും KSRTC അങ്ങനെ പ്രൈവറ്റ് ബസ് സൗകര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ തൊട്ടടുത്ത് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഹാങ് ഔട്ട് സ്പോട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ തൊട്ടടുത്ത് തന്നെ മുനീശ്വരം കുന്ന് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോളിഡേയ്സിലൊക്കെ നല്ല നല്ല സ്പോട്ടുകളുണ്ട് തൊട്ടടുത്ത് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാട് ആകുമ്പോ അല്ലേ? കുർബാലക്കോട്ട അങ്ങനെ. ഈ ബസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞില്ലേ, കോളേജ് ബസ് ഫെസിലിറ്റിക്ക് ഫീസോ അങ്ങനെ എന്തെങ്കിലും? മറ്റേ ഓരോ സെമ്മില് 800 രൂപ എന്നുള്ള ഫീസ് കോളേജ് ഈടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് എപ്പോ വേണോ? എല്ലാ സ്റ്റുഡൻസിനും രാവിലെയും വൈകുന്നേരവും ഈ ബസ് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് GEC വയനാടിന്റെ വിശേഷങ്ങൾ. മറ്റൊരു കോളേജിന്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.